അടുത്ത ക്ലാസ് എലിപ്സാണ്. സർക്കിൾ കഴിഞ്ഞ് പരാബോള കഴിഞ്ഞ് ഇനി എലിപ്സ്. എന്താണ് എലിപ്സ് നോക്കാം. ഇങ്ങനെയുള്ളൊരു ഷേപ്പിലാണ് ഇതിൻ്റെ ഷേപ്പ്, എലിപ്സിൻ്റെ ഷേപ്പ്. സർക്കിള് വേറെ ഷേപ്പാണ്, അപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നമുക്ക് രണ്ട് ഫോക്കസുകൾ കാണാം. പരാബോളയ്ക്ക് ഒരു ഫോക്കസാണ്, എലിപ്സിനിവിടെ നമുക്ക് രണ്ട് ഫോക്കസ് കാണാം, F1 F2. ഈ എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിലൂടെയാണ് ഈ പോയിന്റുകൾ മൂവ് ചെയ്യുന്നത്. ഇപ്പം പോയിന്റുകൾ ഇതിനെ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നതിൻ്റെ ആ പാത്താണ്, ലോക്കസാണ് എലിപ്സായിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് ഈ രണ്ട് ഫിക്സഡ് പോയിന്റുകൾ, അതാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഈ എലിപ്സിൻ്റെ മുകളിൽ ഏത് പോയിന്റിൽ നിന്നും ഈ രണ്ട് ഫിക്സഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിന് സം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ P1 F1 പ്ലസ് P1 F2 അതൊരു സെയിം ആയി, കോൺസ്റ്റൻ്റ് ആയി. അതായത് P2 F1 P2 F2 അതുകൊണ്ട് ആഡ് ചെയ്യാം, സമ്മ് ആഡ് ചെയ്താൽ അതൊരു കോൺസ്റ്റൻ്റ് ആയി. അപ്പോൾ ഇത് ചിലപ്പം 5ഉം ഇത് ചിലപ്പം 15ഉം ആയിരിക്കും. അങ്ങനെ ടോട്ടൽ കൂട്ടി 20 ആയിരിക്കും വരുന്നുണ്ടാകുക. ഇതും ഈ ഡിസ്റ്റൻസും കൂടുമ്പോൾ 20 ആണെങ്കിൽ, ഇത് ചിലപ്പോൾ ഈ ഡിസ്റ്റൻസ് 7 ആണ്, അത് ഡിസ്റ്റൻസ് 13 ആയിരിക്കും. അത് 7ഉം 13ഉം കൂട്ടുമ്പോൾ 20 വരും. അതാണ് കോൺസ്റ്റൻ്റ് ആണ് പറയുന്നത്. ഡിസ്റ്റൻസിന് സമ്മ്, ഈ ഫിക്സഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിന് സമ്മ് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആ രീതിയിലാണ് ഈ പോയിന്റുകൾ മൂവ് ചെയ്യുന്നത്. അത്തരം ലോക്കസിനാണ് എലിപ്സ് എന്ന് പറയുന്നത്, ലോക്കസ് ഓഫ് പോയിന്റ്സ്. ഇതാണ് എലിപ്സ്. ഇവിടെ പറഞ്ഞു തന്ന രണ്ട് ഫോക്കസുകൾ, രണ്ട് ഫിക്സഡ് പോയിന്റ്, അതായത് രണ്ട് ഫോക്കസ് F1 F2. പിന്നെ ഈ ഫോക്കസിലേക്കുള്ള ദൂരത്തിന് സാധാരണ ഇവിടെ C എന്നാണ് എടുക്കുന്നത്. ഇവിടെ പരാബോളയുടെ ഫോക്കസിലേക്കുള്ള ദൂരം A ആണ്. അത് കഴിഞ്ഞ് അത് വേറെ സെക്ഷൻ തന്നെയാണ്. അത് കഴിഞ്ഞ് എലിപ്സിലൊക്കെ ഈ ലെറ്ററുകൾ മാറി വരും. ഇവിടെ ഫോക്കസിലേക്കുള്ള ദൂരം C ആണ്, ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം C. ഇപ്പോൾ ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം C തന്നെ. രണ്ട് ഫോക്കസിലേക്കുള്ള ദൂരം ഈക്വലായും. വെർട്ടെക്സിലേക്കുള്ള ദൂരം, ഒറിജിനൽ ഇത് ഇതിൻ്റെ സെൻറ്ററാണ്, സെൻറ്ററിന് ഇതാണ് വെർട്ടെക്സ്. ഇത് രണ്ട് വെർട്ടെക്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് ഈ വെർട്ടെക്സിലേക്ക് ദൂരമാണ് A, സ്മോൾ a. ഈ ദൂരം ആണ് സ്മോൾ a, ഈ ദൂരം തന്നെയാണ് സ്മോൾ a. പിന്നെ ഈ ദൂരം, ഈ എലിപ്സിൻ്റെ ഏറ്റവും വലിയ ഈ ഡിസ്റ്റൻസാണ്, ഇവിടെയാണ് ഏറ്റവും വലിയ, ഇതാണ് A. ഈ ചെറിയ ഡിസ്റ്റൻസ് സെൻറ്ററിന് എലിപ്സിൻ്റെ ഈ സൈഡിലേക്കുള്ള ഈ ഡിസ്റ്റൻസാണ് B എന്ന് പറയുന്നത്. ഇവിടെ മാർക്ക് ചെയ്തത് ഇതാണ് B. ഇത് B, ഇത് B, ഇത് A, ഇത് A. സെൻറ്ററിന് ഫോക്കസിലേക്കുള്ള C, ഈ ദൂരം C. അപ്പോൾ അവിടെ A B C എന്നുള്ള 3 ലെറ്റർ അവിടെ വരുന്നുണ്ട്. A എന്ന് പറഞ്ഞാൽ സെൻറ്ററിന് ഇവിടേക്കുള്ള ലെങ്ത്താണ് A, സെൻറ്ററിന് ഇവിടേക്കുള്ള ലെങ്ത്താണ് B. A എപ്പോഴും വലുതായിരിക്കും, B ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെ Aയും Bയും ഉണ്ട് ഇവിടെ. പിന്നെ ഒരു C ഉണ്ട്. C എന്ന് പറഞ്ഞാൽ ഫോക്കസിലേക്കുള്ള ദൂരം, സെൻറ്ററിന് ഫോക്കസിലേക്കുള്ള ദൂരം C ഉണ്ട്. Aയും Bയും Cയും കണക്ട് ചെയ്യുന്ന ഈ റിലേഷൻ പഠിച്ചേക്കേണ്ടതുണ്ട്. A സ്ക്വയർ ഇസ്ക്വൽ B സ്ക്വയർ പ്ലസ് C സ്ക്വയർ, അല്ലെങ്കിൽ C സ്ക്വയർ ഇസ്ക്വൽ A സ്ക്വയർ മൈനസ് B സ്ക്വയർ, അല്ലെങ്കിൽ B സ്ക്വയർ ഇസ്ക്വൽ A സ്ക്വയർ മൈനസ് C സ്ക്വയർ, അല്ലെങ്കിൽ A സമ റൂട്ട് ഓഫ് B സ്ക്വയർ പ്ലസ് C സ്ക്വയർ, C റൂട്ട് ഓഫ് A സ്ക്വയർ മൈനസ് B സ്ക്വയർ, അല്ലെങ്കിൽ B സിക്കൽ റൂട്ട് ഓഫ് A സ്ക്വയർ മൈനസ് C സ്ക്വയർ. ഇങ്ങനെ Aയും Bയും Cയും കണക്ട് ചെയ്യുന്ന റിലേഷൻ നമ്മൾ പഠിച്ചേക്കണം, അറിഞ്ഞേണ്ടതാണ്. പിന്നെ വേറെ കാര്യം വരുന്നത്, ഇതിനാണ് ഈ ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനാണ് മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇവിടം വരെ മാത്രമേ ഉള്ള എക്സ് ആക്സിസ് ഇല്ല. ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരമാണ് മേജർ ആക്സിസ്. അത് 2A ആയിരിക്കും. കാരണം ഇവിടുന്ന് ഇവിടം വരെ A ആണ്, ഇവിടുന്ന് ഇവിടം വരെ A ആണ്. A പ്ലസ് എന്ന് പറഞ്ഞാൽ 2A. മേജർ ആക്സിസിൻ്റെ ലെങ്ത് 2A എന്നായിരിക്കും. ഈ ഡിസ്റ്റൻസാണ് മൈനർ ആക്സിസ്, ഇവിടുന്ന് ഇവിടം വരെ. അത് B പ്ലസ് B 2B ആയിരിക്കും. അപ്പോൾ മൈനർ ആക്സിസ് 2B, മേജർ ആക്സിസ് 2A. ഫോക്കസിൽ നിന്ന് ഫോക്കസിലേക്ക് C പ്ലസ് C എന്നാണ് വരിക. ഈ ഫോക്കസ് ഇവിടേക്കുള്ള ദൂരം C, ഇവിടേക്കുള്ള ദൂരം C. ഫോക്കസിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം 2C എന്നായിരിക്കും. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്നാൽ 2A, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2B. അങ്ങനെ Aയും Bയും Cയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിയണം. എലിപ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ സെൻറ്റർ ഉണ്ട്, മേജർ ആക്സിസ് ഉണ്ട്, മൈനർ ആക്സിസ് ഉണ്ട്, വെർട്ടീസസ് ഉണ്ട്. ഇത്രയും കാര്യം, രണ്ട് ഫോക്കസ് ഉണ്ട്, രണ്ട് വെർട്ടിസസ്, ഇത്രയും കാര്യങ്ങൾ അറിയണം.
ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ടു എ, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ടു ബി. സെമി മേജർ ആക്സിസ് എ, ഇതിലാണ് സെമി മേജർ ആക്സിസ് എന്നത്. ഇതാണ് സെമി മൈനർ ആക്സിസ്, അത് ബി എന്നുണ്ടാവും. ഒന്നുകൂടി, എലിപ്സിൻ്റെ 2 ഫോക്കസ് ഉണ്ട്, F1 F2. 2 സൈഡിലായി 2 ഫോക്കസ് ഉണ്ടാവും, 2 സൈഡിലായി 2 വെർട്ടിസസ് ഉണ്ടാവും. ഫോക്കസിലേക്കുള്ള ദൂരം സി, ഫോക്കസിലേക്കുള്ള ദൂരം സി. സെൻറ്ററിന് ഇത് സെൻറ്ററാണോ, സെൻറ്ററിന് അതിന് പറയും. സെൻറ്ററിന് ഈ വെർട്ടെക്സിലേക്കുള്ള ദൂരം എ, സെൻറ്ററിന് ഈ വെർട്ടെക്സിലേക്കുള്ള ദൂരം ബി. ഈ ദൂരം എ, ഈ ദൂരം എ. ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം എ, ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം എ, രണ്ടും സെയിം ആയി. ഫോക്കസിലേക്കുള്ള ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം സി, ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം സി, ആ രണ്ടും സെയിം ആയി. ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം ബി, ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരവും ബി. പിന്നെ എയും ബിയും സിയും കണക്ട് ചെയ്യുന്ന ഈ റിലേഷൻ പഠിച്ചേക്കണം. പിന്നെ മേജർ ആക്സിസ് ടു എ, മൈനർ ആക്സിസ് ടു ബി, ഇത്രയും കാര്യങ്ങളാണ് ആദ്യം എലിപ്സുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. പിന്നെ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ട്, C/A. റേഷ്യോ ആണ്. ഫോക്കസിലേക്കുള്ള ദൂരത്തിന് വെർട്ടെക്സിലേക്കുള്ള ദൂരം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റേഷ്യോ, അതിനാണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. എക്സെൻട്രിസിറ്റി, അത്രയും കാര്യങ്ങൾ നമുക്ക് അറിയണം. സിമ്പിളാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും അറിഞ്ഞ് വെച്ചിരുന്നെങ്കിൽ പിന്നെ പ്രോബ്ലം ചെയ്യാനൊക്കെ സുഖമാണ്. എക്സെൻട്രിസിറ്റി C/A. ഞാൻ പറയാൻ മതി 2 തരം എലിപ്സ് ഉണ്ട്. പരാബോള 4 തരം പരാബോള ഉണ്ടായിരുന്നു. വലത്തോട്ട് ഓപ്പൺ ആയത്, ഇടത്തോട്ട്, മുകളിലോട്ട് ഓപ്പൺ, ഡൗൺ വേർഡ്സ്, അങ്ങനെ 4 കേസ് ഉണ്ടായി. എലിപ്സിൽ 2 കേസുകളും, ആ 2 കേസാണ് ഞാനിവിടെ ആദ്യം പറയാൻ പോകുന്നത്. 2 കേസ്, എലിപ്സിൻ്റെ 2 കേസ് മാത്രമേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ്. ഇക്വേഷൻ ഓഫ് എലിപ്സ് ഞാൻ 2 കേസ് ഇവിടെ വരയ്ക്കാൻ പോവാണ്. ഒന്ന് ഇപ്പോൾ വരച്ച് തന്നെ നേരെ അങ്ങനെ എലിപ്സ് നേരെ അങ്ങനെ വന്നിട്ട് എലിപ്സ്. അപ്പോൾ ഇവിടെ ഒരു ഫോക്കസ് ഉണ്ടാവും, ഇവിടെ ഒരു ഫോക്കസ് ഉണ്ടാവും, ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ടാവും, ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ടാവും. ഇത് സെൻറ്ററാണ്, സെൻറ്റർ 0 0 ആണ്. ഒരു ഫോക്കസ് ഇവിടെ, ഒരു ഫോക്കസ് ഇവിടെ. ആ ഫോക്കസിലേക്കുള്ളതൊരു ദൂരം സി ആവുണ്ട്. ഈ പോയിൻ്റ് C0 എന്നുണ്ടാവും, ഈ പോയിൻ്റ് -C0 എന്നുണ്ടാവും. വെർട്ടെക്സിലേക്ക് ദൂരം എ ആവുണ്ട്, ഇത് A0 എന്നുണ്ടാവും, ഇവിടെ ഇത് -A0 എന്നുണ്ടാവും. ഈ പോയിൻ്റ് പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഈ എലിപ്സിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ എലിപ്സിൻ്റെ ഇക്വേഷനാണ് x² + y² + b² = 1 എന്നാണ് ഇക്വേഷൻ. ഇത് പഠിച്ചു കാണും. ഇത് കേസ് 1. അതിന് കേസ് 2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുത്തനെ ഉള്ള എലിപ്സാണ്, ഇങ്ങനെ എഴുതുന്ന എലിപ്സ്. അപ്പോൾ ഇവിടെ ഈ ദൂരം എ, ഈ ദൂരം എ, ഇത് ചെറിയ ദൂരമാണ് എപ്പോഴും ബി ആയിട്ട് വരിക. ഇത് സെൻറ്ററാണ്. ഫോക്കസ് ഒന്ന് ഇവിടെ ഉണ്ടാവും, ഫോക്കസ് ഒന്ന് ഇവിടെ ഉണ്ടാവും. ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ടാവും, ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ടാവും. ഈ ഫോക്കസിലേക്കുള്ള ദൂരം സി ആണ്. അപ്പോൾ ആ പോയിന്റ് y അക്ഷരം x0 0C എന്നായി വരിക. y അക്ഷരത്തിൻ്റെ മുകളിൽ x കോർഡിനേറ്റ് 0 ആയി. അപ്പോൾ 0C എന്നുണ്ടാവും, ഇത് 0 - C എന്നുണ്ടാവും. ഇത് 0A എന്നുണ്ടാവും വെർട്ടെക്സ്, അത് 0 - A എന്നുണ്ടാവും. അപ്പോൾ 2 വെർട്ടിസസായി, 2 ഫോക്കസുകളായി. അത്രയും. ഇതിൻ്റെ ഇക്വേഷൻ എന്താ വരിക അറിയാം, x² / b² + y² / a² = 1 എന്നാണ് ഈ ഇക്വേഷൻ. x² / b² + y² / a² = 1. ഈ 2 കേസ് ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് കേസ് നേരെയുള്ള എലിപ്സ്, പിന്നെ അങ്ങനെ കുത്തേണ്ട എലിപ്സ്. ഇങ്ങനെ 2 തരം എലിപ്സുകൾ. ഈ നേരെയുള്ള എലിപ്സിൻ്റെ ഇക്വേഷൻ x² / a² + y² / b² = 1 ആണ്. എ എപ്പോഴും വലുതായിരിക്കും, ബി എപ്പോഴും ചെറുത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, എ എന്ന് പറഞ്ഞാൽ വലിയ ദൂരമാണ് എ, ചെറിയ ദൂരമാണ് ബി. അവിടെ ഇതാണ് എ, ഇതാണ് ബി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരണോ, x² / 25 y² / 16 = 1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ x² ഡിനോമിനേറ്റർ എപ്പോഴും വലുതായിരിക്കണം, y² ഡിനോമിനേറ്ററിൽ ചെറുത്, ഇതിനേക്കാളും ചെറുതായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ്
ഈ നേരുള്ള എലിപ്സ് വരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ x²/9 x²/3² y²/25 അപ്പോൾ അവിടെയാണ് വലുത്. y²-ന് വലിയതായി വരുന്നത്. അപ്പോൾ അത് തിരിഞ്ഞിട്ടാണ്. അതുകൊണ്ട് എലിപ്സ് തിരിഞ്ഞ എലിപ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരുള്ള എലിപ്സാണോ കുത്തനുള്ള എലിപ്സാണോ മനസ്സിലാക്കുന്നത്. x²ൻ്റെ ഡിനോമിനേറ്ററിൽ വലിയ സംഖ്യ വരികയാണെങ്കിൽ അത് നേരുള്ള എലിപ്സ് ആയിരിക്കും. x²-അടിയിൽ വലിയ സംഖ്യയും y²-അടിയിൽ ചെറുതാണെങ്കിൽ അത് നേരുള്ള എലിപ്സ് ആയിരിക്കും. ഇനി x²-അടിയിൽ ചെറിയ സംഖ്യയും y²-അടിയിലാണ് വലിയ സംഖ്യ വരുന്നത് കുത്തനുള്ള എലിപ്സ് ആയിരിക്കും. അപ്പോൾ നേരുള്ള എലിപ്സിൻ്റെ ഇക്വേഷൻ x²/a² + y²/b² ഈ എലിപ്സിൻ്റെ ഇക്വേഷൻ x²/b² + y²/a². ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാൽ പിന്നെ ഇത് നേരുള്ള എലിപ്സ് എടുക്കുമ്പോൾ ഫോക്കസ് a0 വെർട്ടെക്സ് ഒന്ന് a0 ഒന്ന് -a0, ഫോക്കസ് ഒന്ന് c0 ഒന്ന് -c0, ഒന്ന് അവിടെയും ഒന്ന് ഇവിടെയും അതറിയണം. പിന്നെ കുത്തനുള്ള എലിപ്സ് ആണെങ്കിൽ ഫോക്കസ് ഒന്ന് മുകളിൽ 0c ഒന്ന് താഴെയും 0 - c, വെർട്ടെക്സ് ഒന്ന് മുകളിൽ 0a അടിയിൽ 0 - a. കാരണം y അക്ഷത്തിന് മുകളിൽ x കോർഡിനേറ്റ് 0 ആയില്ലോ, അതുകൊണ്ടാണ് 0c എന്നൊക്കെ അങ്ങനെ വരും നമുക്കറിയാം. ഇത് x അക്ഷത്തിന് മുകളിൽ y കോർഡിനേറ്റ് 0 ആയി, അതുകൊണ്ട് a0 c0 -a0 -c0 നമുക്കറിയുന്നത് തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിയണം. ഇനി ഒരു ലാറ്റസ് റെക്റ്റം കൂടി ഒന്ന് പറയാം. പരാബോളയിൽ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a നമുക്കറിയാം. 4a ഇവിടെ ഇതിൻ്റെ ലാറ്റസ് റെക്റ്റം 2b² എന്നാണ് ഫോർമുല. ലാറ്റസ് റെക്റ്റത്തിൻ്റെ ഫോർമുല 2b² എന്നുള്ള ഫോർമുല പഠിച്ചേക്കണം. ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്ത്, ലാറ്റസ് എന്ന് പറഞ്ഞാൽ ഫോക്കസിലൂടെ ലൈനാണ്, ഫോക്കസിലൂടെ പോകുന്ന ലൈനാണ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ പോകുന്ന ലൈനാണ്, അതാണ് ലാറ്റസ് റെക്റ്റം. അതിന് ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇവിടെ 2b² എന്നാണ്. 2b² 2b² എന്നാണ് ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്ന ഫോർമുല. ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മളിനി പ്രോബ്ലത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് ഓതി ഫോസൈ വെർട്ടിസസ് length of major axis, minor axis, eccentricity, length of lattice rectum of the ellipse x²/25 y²/9 is equal to 1. x²/25 + y²/9 is equal to 1. ഈ 25 നമുക്ക് 5² എഴുതാം. ഇപ്പോൾ x²/5² + y²/3² is equal to 1. ഇവിടെ x² അടിയിൽ വലിയ സംഖ്യയാണ്, y² അടിയിൽ ചെറുതാണ്. അപ്പോൾ ഇത് നേരുള്ള എലിപ്സാണെന്ന് മനസ്സിലായി. ഇങ്ങനെയുള്ള എലിപ്സാണ്, സാധാ എലിപ്സാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ഫോക്കസ് ഉണ്ടാവും, ഇവിടെ ഒരു ഫോക്കസ് ഉണ്ടാവും. സെൻറ്റർ 0 0 ആയും, അപ്പോൾ ഇതിൻ്റെ ഈ ഫോക്കസ് c0 എന്നായും, ഈ ഫോക്കസ് -c0 എന്നായും, ഈ വെർട്ടെക്സ് a0 എന്നായും, ഈ വെർട്ടെക്സ് -a0 എന്നായും. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇത് നമ്മൾ ഇക്വേഷൻ, ഇതിൻ്റെ ഇക്വേഷൻ നേരുള്ള എലിപ്സിൻ്റെ ഇക്വേഷൻ x²/a² + y²/b² 1 എന്നുള്ള ഇക്വേഷൻ എഴുതണം. നമുക്ക് തന്ന ക്വസ്റ്റ്യൻ എന്താണോ x²/5², 25ന് 5² എഴുതാം, y²/3² 1. അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ a = 5 എന്നും കിട്ടും, b = 3 എന്നും കിട്ടും. a എപ്പോഴും വലുതായി, a 5ഉം b 3 എന്നും കിട്ടും. a 5ഉം b 3യും കിട്ടിയാൽ c കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്, √a² - b² എന്നാണ്. അപ്പോൾ 25 - 9 √16 4 അങ്ങനെ എയും ബിയും സിയും കിട്ടും. എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല, എല്ലാ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇതിപ്പോൾ x²/25 + y²/9 is equal to 1 എന്നാണ്. അപ്പോൾ x²ൻ്റെ ഡിനോമിനേറ്ററിലാണ് വലിയ സംഖ്യ, y²ന് ചെറുതാണ്. അപ്പോൾ അത് നേരുള്ള എലിപ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം വരയ്ക്കുക. അതിൻ്റെ ഒരു വെർട്ടെക്സ് a0 - a0 മാർക്ക് ചെയ്യുക, ഫോക്കസ് c0 - c0 മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ഇക്വേഷൻ എഴുതിയേക്കുക. ഇതിൻ്റെ ഇക്വേഷൻ x²/a² അതിനൊക്കെ മാർക്കുണ്ട്. x²/a² + y²/b² is equal to 1 എന്ന് എഴുതാം. പിന്നെ തന്ന ഇക്വേഷൻ തന്നെ 25ന് 5² 9ന് 3² എന്ന് എഴുതാം. എന്നിട്ട് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും a = 5 ആണ്, b = 3 ആണെന്നൊക്കെ പെട്ടെന്ന് നമുക്ക് എഴുതാം.
പിന്നെ A5ഉം B3 ആണ്. സി കാണുന്ന ഫോമിലുള്ള √(a²-b²) ആ ഫോമിൽ വയ്ക്കുമ്പോൾ സിയും കിട്ടി. അങ്ങനെ എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. ഇനി പ്രശ്നമൊന്നുമില്ല, സിമ്പിളെ ക്വസ്റ്റ്യനാണ്. എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് കാണാൻ നോക്കാം. നമുക്ക് ഫോസൈ എന്നൊക്കെ പറയാം. രണ്ട് ഫോസൈ ഉണ്ട്. ഒന്ന് ഈ സൈഡിൽ -C0, ആ സൈഡിൽ C0. സീൻ്റെ വില 4 ആണ്. അപ്പം -4 0 4 0 അത് കിട്ടി. -4 0 4 0 അത് കിട്ടി. ഫോക്കസ്. വെർട്ടിസസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇവിടെ -A0, ആ സൈഡിൽ A0. അപ്പോൾ -5 0 5 0 അത് കഴിഞ്ഞു. അപ്പോൾ 2 ഫോക്കസ് കിട്ടി, 2 വെർട്ടിസസ് കിട്ടി. ഇനി ഇതാണ്ട് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ 2A എന്നാണ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2A എന്ന് പറഞ്ഞാൽ 2 × 5 10. ഇനി ഒന്നും ചെയ്യാം. ഇനി മൈനർ ആക്സിസ് 2B എന്നാണ്. 2B എന്ന് പറഞ്ഞാൽ 2 × 3 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ മേജർ ആക്സിസ് ആയി, മൈനർ ആക്സിസ് ആയി, 2 വെർട്ടിസസ് ആയി, 2 ഫോക്കസ് ആയി. പിന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? ഫോക്കസ്, വെർട്ടിസസ്, മേജർ ആക്സിസ്, മൈനർ ആക്സിസ്. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ E ആണ്. E എന്ന് പറഞ്ഞാൽ C/A എന്നൊരു ഫോമുല. ഇതൊക്കെ മാർക്കുണ്ട്. C/A എന്ന് മാർക്കുണ്ട്. C/A എന്ന് പറഞ്ഞാൽ 4/5 എന്നുണ്ടാവും. അത്ര ഇതാനേ ഉള്ളൂ. എക്സെൻട്രിസിറ്റി 4/5. ഇനി ലാറ്റസ് റെക്ടം കൂടി മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ 2B² എന്നാണ്. ലാറ്റസ് റെക്ടത്തിൻ്റെ ഫോമുല 2B²/A. ലാറ്റസ് റെക്ടം 2B² എന്നാണ് ഫോമുല. 2B² എന്ന് പറഞ്ഞാൽ 9, ബീൻ്റെ സ്ക്വയർ ബൈ A എന്ന് പറഞ്ഞാൽ 5. ഇപ്പം 18/5 എന്നുണ്ടാവും. ഇതാണ് ലാറ്റസ് റെക്ടത്തിൻ്റെ ലെങ്ത്ത്. വെല്ലുമായി നല്ല ചെയ്ത് പഠിച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സുഖം. ഫുൾ മാർക്ക് കിട്ടുന്നൊരു ചാപ്റ്ററാണ്. സർക്കിളാണെങ്കിലും എലിപ്സ് ആണെങ്കിലും പരാബോള ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ഹൈപ്പർബോള ആണെങ്കിലും. അപ്പോൾ എയും ബിയും സിയും ആദ്യം കണ്ടുപിടിക്കണം. എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് കിട്ടും. ഒന്ന് C0 -C0 എന്നാണ് ഫോക്കസ്. നമ്മൾ അതിനുള്ള മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം പിന്നെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? സീൻ്റെ വരെ കിട്ടിക്കഴിഞ്ഞാൽ 4 കിട്ടിയാൽ ഈ സൈഡിൽ 4 0, ഈ സൈഡിൽ -4 0. എ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ A0 -A0 മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വെർട്ടിസസ് A5 ആണ്. അപ്പോൾ ആ സൈഡിൽ 5 0, ഈ സൈഡിൽ -5 0. മേജർ ആക്സിസ് 2A എന്നാണ്. 2 × 5 10. മൈനർ ആക്സിസ് 2B എന്നാണ്. 2 × 3 6. എക്സെൻട്രിസിറ്റി C/A എന്നാണ്. സീനെ A കൊണ്ട് അരിച്ചാട് വെക്കുക. പിന്നെ ലാറ്റസ് റെക്ടം 2B²/A എന്നാണ്. ആ വില കൊടുക്കുമ്പോൾ 18/5 ഉണ്ടാവും. 18/5. ഇപ്പം ഏകദേശം എന്താണ് എലിപ്സും എലിപ്സിൻ്റെ ഫോമുലകളും എലിപ്സിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറയാൻ പോകുന്നത് അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഇതേമാതിരി തന്നെ അതിൻ്റെ ഫോക്കസ്, വെർട്ടിസസ് എല്ലാം ഉണ്ട്. ഓഫ് ദി എലിപ്സ് മാത്രമേ ഞാൻ ഇവിടെ എഴുതുള്ളൂ. ഓഫ് ദി എലിപ്സ് 9x² + 4y² = 36. ഫോക്കസ് കാണാം, വെർട്ടിസസ് കാണാം, മേജർ ആക്സിസ് കാണാം, മൈനർ ആക്സിസ് കാണാം, എക്സെൻട്രിസിറ്റി, ലാറ്റസ് റെക്ടം എല്ലാം കാണാം. ഓഫ് ദി എലിപ്സ് 9x² + 4y². പെട്ടെന്ന് കണ്ടത് എലിപ്സ് അല്ലാന്നൊക്കെ തോന്നും. അപ്പോൾ ഈ രീതിയിൽ വന്നാൽ നിങ്ങൾ എലിപ്സ് ആണെന്ന് ഓർമ്മ ഉണ്ടാണോ? നടുക്ക് പ്ലസ് വന്നാൽ എന്തായാലും എലിപ്സ് ആയിരിക്കും. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുകയാണെങ്കിൽ 36 കൊണ്ട് അരിച്ചാൽ മതി. /36. അതിന് ആ സൈഡിൽ 1 കിട്ടണം. 36 കൊണ്ട് അരിച്ചാൽ 9x² / 36 4y² / 36 = 1. 36 കൊണ്ട് കംപ്ലീറ്റ്. ഇവിടെ ആയിരിക്കാം. ഇവിടെ 9 36 ഇവിടെ 9 4 36. അപ്പോൾ x² / 4 y² / 8 9 4 36. x² / 4 + y² / 9 = 1. അപ്പോൾ എലിപ്സായി മനസ്സിലായി. എലിപ്സിൻ്റെ ഇക്വേഷൻ ഫോമായി x² / 2² y² / 3² = 1. ഇപ്പോൾ എലിപ്സിൻ്റെ ഇക്വേഷനായി. എലിപ്സാന്ന് മനസ്സിലായി. ഇവിടെ എങ്ങനെ നോക്കാം പെട്ടെന്ന് എലിപ്സാന്ന് തോന്നില്ല. പക്ഷേ 36 കൊണ്ട് അരിക്കുമ്പോൾ എന്തായും എലിപ്സാന്ന് മനസ്സിലായി. എലിപ്സാണ്. ഇത് x² അടിയിൽ ചെറുതും y² അടിയിൽ വലുതുമാണ്. അപ്പോൾ ഇത് കുത്താനുള്ള എലിപ്സാണെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേഗം അതിൻ്റെ ചിത്രം അവിടെ വരച്ചത് അതിന് മാർക്ക് കിട്ടും. ചിത്രതര മാർക്ക് കിട്ടും. പിന്നെ 2 ഫോക്കസ്, 2 വെർട്ടിസസ് കൂടെ മാർക്ക് ചെയ്യാം. ഇത് 0 0 ആണ്. അപ്പോൾ ഇത്
വൈ അക്ഷത്തിൻ്റെ മുകളിൽ എക്സ് കോർഡിനേറ്റ് 0 ആയി. അപ്പോൾ ഇത് 0 എന്നായും ഇത് 0 മൈനസ് ആയും. ഫോക്കസിലേക്കുള്ള ദൂരം സി ആയതുകൊണ്ട് ഇത് 0C എന്നായും ഇത് 0 മൈനസ് C. ഇത്രയും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇതിൻ്റെ ഇക്വേഷൻ ഇതിപ്പോൾ 36 അരിച്ചതൊക്കെ മായ്ക്കുകയാണ്. ഇത് കുത്തൻ്റെ എലിപ്സിൻ്റെ ഇക്വേഷൻ x²/b² + y² = 1 എന്നതാണ്. കുത്തൻ്റെ എലിപ്സിൻ്റെ ഇക്വേഷൻ x²/b² + y² = 1 എന്നാണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ B4 എന്നും കിട്ടും, B4 എന്നും A9 അല്ല B2 എന്നും കിട്ടും. ഇതുവരെ കമ്പയർ ചെയ്യേണ്ടേ x²/2² + y² = 1 എന്നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ b = 2, a = 3 അങ്ങനെ കിട്ടും. ഇതുവരെ കമ്പയർ ചെയ്യുമ്പോൾ ബീൻ്റെ സ്ഥാനത്ത് 2 ആണ്, എൻ്റെ സ്ഥാനത്ത് 3യും. എ എപ്പോഴും വലുതായി. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ സി കാണാൻ ഫോർമുല √(a² - b² എന്നാണ്. അപ്പോൾ √9 - 4 √5 എന്നുണ്ടാവും. അപ്പോൾ എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞു. എത്ര? എ ഇവിടുന്ന് കിട്ടിയ 3, A3, ബീൻ്റെ വില 2, സീൻ്റെ വില √5. ഇങ്ങനെ എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ആദ്യം എ കണ്ടുപിടിക്കും. കമ്പയർ ചെയ്യുമ്പോൾ എയും കിട്ടും ബിയും കിട്ടും. എയും ബിയും കിട്ടിയാൽ സി കിട്ടും. എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലോ എഴുതാം. എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലോ നമുക്ക് എഴുതാൻ കഴിയും. ഫോക്കസ് എടുക്കാം. ഫോസൈ എന്ന് പറഞ്ഞാൽ ഒന്ന് 0A 0 - A. അപ്പോൾ 0 3 0 - 3 അത് കഴിഞ്ഞു. ഇനി വെർട്ടിസസ് ആണ് ഈ ഇതിൻ്റെ സി അല്ല. ഇപ്പോൾ ആദ്യം എഴുതിയ വെർട്ടിസസ് ആണ് ആദ്യം എഴുതിയത്. 0A 0 - A എന്ന് പറഞ്ഞാൽ വെർട്ടിസസ് ആണ് 0Aയും 0 - Aയും. ഇപ്പോൾ 0 3യും 0 - 3യും അതാണ് വെർട്ടിസസ്. ഇനി ഫോസൈ എന്ന് പറഞ്ഞാൽ ഫോക്കസുകൾ ഒന്ന് 0Cയും ഒന്ന് 0 - Cയും. മുകളിൽ 0C താഴെ 0 - C. അപ്പോൾ 0Cൻ്റെ വില എത്ര? √5. അപ്പോൾ 0 √5ഉം 0 - √5 ഉണ്ടാവും. 0 √5ഉം 0 - √5ഉം. പിന്നെ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ C/A എന്നാണ്. C/A എന്ന് പറഞ്ഞാൽ √5/3 ഉണ്ടാവും. √5/3 ഉണ്ടാവും. പിന്നെ മേജർ ആക്സിസ് 2A എന്ന് പറഞ്ഞാൽ 2 × 3 എന്ന് പറഞ്ഞാൽ 6. മൈനർ ആക്സിസ് 2 × 2 എന്ന് പറഞ്ഞാൽ 4. പിന്നെ ലാറ്റസ് റെക്റ്റം 2B²/A 2 × B²/A. B² എന്ന് പറഞ്ഞാൽ 4/A എന്ന് പറഞ്ഞാൽ എത്ര? 3. അപ്പോൾ 8/3 എന്നുണ്ടാവും. 8/3. അങ്ങനെ എ ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് സിമ്പിളാണ്, ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ്. ഒരു എലിപ്സിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ചെയ്ത് എലിപ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ ഫോക്കസ്, വെർട്ടിസസ്, മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, എക്സെൻട്രിസിറ്റി, ലാറ്റസ് റെക്റ്റം എല്ലാം കണ്ടുപിടിക്കുകയാണ്. അതിന് എയും ബിയും സിയും കിട്ടിയാൽ എല്ലാം ചെയ്യാം. അപ്പോൾ ആദ്യം എയും ബിയും നമുക്ക് കിട്ടും. എയും ബിയും കിട്ടി കഴിഞ്ഞാൽ സി കിട്ടും. അപ്പം അങ്ങനെ എ ബി സി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എലിപ്സിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്തൊക്കെ തന്നത് നോക്കാം. ഇവിടെ തന്നത് വെർട്ടിസസ് തന്നുണ്ട്. വെർട്ടിസസ് ±13 0. ഫോക്കസുകൾ ±5 0. ഇത്രയും കാര്യങ്ങൾ തന്നുണ്ട്. ±13 0 എന്ന് പറഞ്ഞാൽ -13 0 13 0. അതാണ് രണ്ട് വെർട്ടിസസ്. ഫോക്കസ് ഒന്ന് -5 0 ഒന്ന് +5 0. അതാണ് രണ്ട് ഫോക്കസുകൾ. അപ്പോൾ y കോർഡിനേറ്റ് 0 ആവുന്നതുകൊണ്ട് x അക്ഷത്തിന് മുകളിലായിരിക്കും.
വൈ കോർഡിനേറ്റ് 0 ആണ്. രണ്ടിൻ്റെയും വൈ കോർഡിനേറ്റ് 0 ആകുമ്പോൾ പിന്നെ ഈ ഫോക്കസും വെർട്ടിസസൊക്കെ എക്സ് ആക്സിസിന് മുകളിലായിരിക്കും. അപ്പോൾ നേരെയുള്ള എലിപ്സായി. ഒരു ഫോക്കസ് ഇവിടെ, ഒരു ഫോക്കസ് ഇവിടെ. ഇപ്പം ഒരു -5 0 ഇവിടെ, ഒരു +5 0 ഇവിടെ ഫോക്കസ്. വെർട്ടിസ് ഒരു -13 0 അവിടെ, -13 0 അവിടെ, 13 0 അവിടെയും. ഇപ്പോൾ ഇത് നേരെയുള്ള എലിപ്സാണ്, മനസ്സിലായി. നേരെയുള്ള എലിപ്സ് ആവുകൊണ്ട് അതിന് ഇക്വേഷൻ x²/a² + y²/b² = 1 മനസ്സിലായി. അപ്പോൾ അതൊക്കെ അതിൽ കാണാം. ചിത്രം വരയ്ക്കാം, ഫോക്കസുകൾ മാർക്ക് ചെയ്യാം, അതേപോലെ വെർട്ടിസസ് മാർക്ക് ചെയ്യാം. അതിന് ഇക്വേഷൻ ചെയ്ത് x²/a² + y²/b² = 1 എന്ന് എഴുതാം. ഇനി ഈ ഫോക്കസിലേക്കുള്ള ദൂരത്തിനാണ് നമ്മൾ സി എന്ന് പറയുന്നത്. ഈ ദൂരമാണ് സി. ഇപ്പോൾ സി = 5 നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫോക്കസിലേക്കുള്ള ദൂരത്തുനിന്ന് സീൻ്റെ വില നമുക്ക് കിട്ടും. അതേപോലെ വെർട്ടെക്സിലേക്കുള്ള ദൂരത്തുനിന്ന് എൻ്റെ വിലയും കിട്ടും 13. a = 13. ഇപ്പോൾ a 13 കിട്ടി. വെർട്ടിസസിൻ്റെ അകത്ത് a കിട്ടും. ഫോക്കസിലേക്കുള്ള ദൂരത്തുനിന്ന് സിയും കിട്ടും. എയും സിയും കിട്ടും. എയും സിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് b² കാണാം, അല്ലെങ്കിൽ b കാണാം. b² = a² - c² എന്നാണ്. ഇപ്പോൾ 169 - 25 144. b² 144 എന്ന് പറയാം. b = 12 എന്നും പറയാം. b² = 144 എന്നും പറയാം. അതോടെ ആൻസറായി കഴിഞ്ഞു. ആൻസറായി. ഇനി ഒറ്റ സ്റ്റെപ്പ് കൂടിയുള്ളൂ. കാരണം ഇതിൻ്റെ ഇക്വേഷൻ x²/a² + y²/b² = 1 എന്നാണ്. അപ്പോൾ ആൻസറായി, കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഇക്വേഷൻ. അതിൽ a² സ്ഥാനത്ത് a² വില 13² എന്ന് എഴുതാം. b² സ്ഥാനത്ത് b² വില 154 എന്ന് എഴുതാം, അല്ലെങ്കിൽ 12² എന്ന് എഴുതാം. അപ്പോൾ x²/1 69, y²/1 44 = 1. അങ്ങനെ നമുക്ക് എലിപ്സിൻ്റെ ഇക്വേഷൻ ഉണ്ടാകാം. വേറെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇതേമാതിരി എലിപ്സിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ തന്നെയാണ്. ഫോക്കസും തന്നിട്ടുണ്ട്, മേജർ ആക്സിസും തന്നിട്ടുണ്ട്. അടുത്തതിൽ ഫോക്കസും തന്നിട്ടുണ്ട്, മേജർ ആക്സിസും തന്നിട്ടുണ്ട്. ഫോക്കസ് എന്താ പറയുക, ഫോക്കസ് 0 +4 - 5, അതായത് ഒന്ന് 0 5 ഒന്ന് 0 - 5 ആണ്. y ആക്സിസിന് മുകളിലാണ്. x 0 y ആക്സിസിന് മുകളിലായി ഫോക്കസിൽ. അപ്പോൾ കുത്താനുള്ള എലിപ്സ് മനസ്സിലായി. പിന്നെ മേജർ ആക്സിസ് 20 എന്നുണ്ട്. മേജർ ആക്സിസ് 2a. 2a = 20 എന്നാണ് തന്നത്. 2a = 20 എന്ന് പറഞ്ഞാൽ a 20/2, a = 10 എന്നും തന്നത് ക്വസ്റ്റ്യൻ്റെ അകത്ത്. മേജർ ആക്സിസ് ആണ് തന്നത്, പക്ഷേ മേജർ ആക്സിസ് 2a ആയതുകൊണ്ട് a 20/2 എന്ന് പറഞ്ഞാൽ 10 ഉണ്ട്. മേജർ ആക്സിസ് 10, a 10 ആയി. a 10 ആണ്. a² 100 ആണ്. അപ്പം അങ്ങനെ ഒരു സംഗതി കിട്ടി. a കിട്ടി, അല്ലെങ്കിൽ a² കിട്ടി. a² കിട്ടി. ഫോക്കസിലേക്കുള്ള ദൂരത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടുമെന്ന് പറയുക, സി കിട്ടും. ഫോക്കസിലേക്കുള്ള ദൂരത്തുനിന്ന് നമുക്ക് എന്താ കിട്ടുക, c = 5 എന്ന് കിട്ടും. c = 5. ഫോക്കസിലേക്കുള്ള ദൂരത്തിന് നമ്മൾ സിയും കിട്ടും. അപ്പോൾ എയും കിട്ടി, സിയും കിട്ടി. പിന്നെ അത് എന്ത് എലിപ്സാണ് നോക്കണം. അത് y അക്ഷത്തിന് മുകളിലാണ്. y 0 അല്ല x 0 y അക്ഷത്തിന് മുകളിലായി. അപ്പോൾ ഇങ്ങനെ കുത്താനുള്ള എലിപ്സാണ്. അപ്പോൾ പിന്നെ ഇവിടെയാണ് ഫോക്കസുകൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താ വരിക, x²/b² + y²/a² = 1 എന്നാണ് ഇക്വേഷൻ. അപ്പം എയും കിട്ടി, സിയും കിട്ടി. ബി കിട്ടണം. ബി എന്ന് പറഞ്ഞാൽ b² പറഞ്ഞാൽ a² - c² എന്നാണ്. അപ്പോൾ 100 - 25 75 ഉണ്ടാവും. b² 75 എന്നാണ്. b² ആണ് നമുക്ക് വേണ്ടി വേണം. x²/b² പറഞ്ഞാൽ 75, y²/100 = 1. ഇത്രയേ ഉള്ളൂ. a² വില 100 കൊടുക്കാം, b² വില 75 കൊടുക്കാം. അപ്പം കിട്ടി. x²/75 y²/100 = 1.
നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കൂടി ഇല്ല, ബാക്കി പിന്നെ ഹോംവർക്കാണ്, അത് നിങ്ങൾക്ക് തരും. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാൻ പറ്റുമോ നോക്കാം. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ഒരു ക്വസ്റ്റ്യനാണ്. ഫെനിക്കേഷൻ ഓഫ് എലിപ്സ് മേജർ ആക്സിസ് ഓൺ എക്സ് ആക്സിസ്. അതൊരു പോയിൻ്റാണ്. മേജർ ആക്സിസ് എക്സ് ആക്സിന് മുകളിൽ എന്ന് പറയുമ്പോൾ നേരെയുള്ള എലിപ്സാണ് മനസ്സിലായി. നേരെയുള്ള എലിപ്സാണ് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ x²/a² പ്ലസ് y²/b² 1 എന്ന് ഒറ്റ സ്റ്റെപ്പ് തന്നെ മനസ്സിലായി. പിന്നെ ഇതിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. പാസിങ് ത്രൂ ദി പോയിൻറ്റ്സ് 4, 3, -1, 4. ഈ രണ്ട് പോയിൻറ്റിലൂടെ കടന്നു പോകുന്ന എലിപ്സിൻ്റെ ഇക്വേഷനാണ് ഉണ്ടാക്കേണ്ടത്. നേരെയുള്ള എലിപ്സാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ x²/a² പ്ലസ് y²/b² ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എലിപ്സിൻ്റെ മുകളിലുള്ള ഒരു പോയിൻ്റാണ് 4, 3. 4, 3 ഈസ് എ പോയിൻറ്റ്. അപ്പോൾ എക്സിന് സ്ഥാനത്ത് 4ഉം വൈന് സ്ഥാനത്ത് 3 ഇവിടെ കൊടുക്കുക. ഈ ഇക്വേഷനകത്ത് എക്സിന് സ്ഥാനത്ത് 4 ആണ്. 4² a², 3² b² 1. അതായത് 16/a²ഉം 9/b² 1 എന്നുള്ള ഒരു ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. 16/a² പ്ലസ് 9/b² 1 എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. അതേപോലെ വേറൊരു പോയിൻ്റ് തന്നുണ്ട്. -1, 4 ഒരു പോയിൻ്റാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ -1² a², 4² b² 1. അപ്പോൾ 1/a² പ്ലസ് 16/b² 1 എന്നുള്ള വേറൊരു ഇക്വേഷൻ കിട്ടും. 1/a² പ്ലസ് 16/b² 1. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതോട് കൂടി ആൻസർ ആവും. ഇപ്പോൾ 2 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ആ 2 പോയിൻ്റ് തന്നുണ്ട്. അത് നേരെയുള്ള എലിപ്സാണ് മനസ്സിലായി. അതിൻ്റെ ഇക്വേഷൻ എഴുതി. അതിൽ ഈ 2 പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഈ ഇനി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ 16 ഗുണിച്ചാൽ എന്താ സംഭവിക്കുക? രണ്ടാമത്തെ ഇക്വേഷന് 16 ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 16/a² പ്ലസ് 16 256 അല്ലേ, 256/b² 16 എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. 3 ഇക്വേഷനായി. ഞാൻ ചെയ്യാൻ പോകുന്നത് 3 നിന്ന് 1 കുറയ്ക്കാൻ പോവാം. 3 നിന്ന് 1 കുറയ്ക്കാം. 1 16/a² പ്ലസ് 9/b² 1 എന്നാണ് 1. അതിന് വേണ്ടിയിട്ടാണ് ഈക്വലാക്കിയത്. ഈക്വലാക്കിയ കുറച്ച് 0 കിട്ടാൻ വേണ്ടിയിട്ടാണ്. 3 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 0 പ്ലസ് 256/b² 9/b² കുറയ്ക്കണം. 256 9 കുറച്ചിട്ടുണ്ടെങ്കിൽ 247. അപ്പോൾ 247/b² 16 1 കുറച്ചാൽ 15. അങ്ങനെ ആദ്യം തന്നെ 2 ഇക്വേഷൻ കിട്ടി. ആ 2 ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ 16 ഗുണിച്ചപ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി. മൂന്നാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ കുറച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. അപ്പം ഈ സ്റ്റെപ്പ് നാം വായിക്കാം. നമുക്ക് ഈ ഇക്വേഷൻ മാത്രം മതി. അപ്പോൾ അത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15b² ഈസ് ഈക്വൽ 247. അപ്പോൾ b² ഈക്വൽ 247/15 എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. b² ഈക്വൽ 247/15. ഇനി a² കിട്ടാൻ വേണ്ടി എന്താ ചെയ്യാൻ നോക്കാം. a² കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോയി. ഇക്വേഷൻ നമ്പർ 2 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇക്വേഷൻ നമ്പർ 2 വെച്ചിട്ട് 1/a² ഈസ് ഈക്വൽ ടു 1 - 16/b² അങ്ങോട്ട് കൊണ്ടുപോകും. 16/b² അങ്ങോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് 1/a² ഈക്വൽ 1 - 16/b²ൻ്റെ വില 247/15. അപ്പോൾ 1 - 16 × 15/247. 1 - 16 15 ഗുണിച്ചാൽ 240. അപ്പോൾ 240/247 ഒക്കെ 1/a² ആണ്. 247 LC എടുത്താൽ 247 - 240 ഒക്കെ 1/a² ആണ്. 1/a² ഇസിക്കല്ലോ 247 240/7 7/247. ഇത് കംപ്ലീറ്റ് തിരിച്ചിടുമ്പോൾ a² / 1 ഇസിക്കൽ 247/7 അല്ലെങ്കിൽ a² ഇസിക്കൽ 247/7.
അപ്പോൾ എ സ്ക്വയറും കിട്ടി ബി സ്ക്വയറും കിട്ടി. അതോടുകൂടി ആൻസറും ആയി. ഇപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. അതിനെ 16 കുറിച്ച് 3ാമത്തെ ഇക്വേഷൻ കിട്ടി. 3ാമത്തെ ഇക്വേഷൻ 1ാമത്തെ കുറച്ചപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. പിന്നെ 2ാമത്തെ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയി സിംപ്ലിഫൈ ചെയ്ത് അവിടെ ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ബി സ്ക്വയറിൻ്റെ വില കൊടുത്ത് എൽ സി എടുത്ത് ഗുണിച്ച് എൽ സി എടുക്കുമ്പോൾ എ സ്ക്വയറും കിട്ടി ബി സ്ക്വയറും കിട്ടി. നമ്മളെ ഫോർമുല അതാണ്, ഇക്വേഷൻ അതാണ്, നേരിലുള്ള എലിപ്സാണ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ്കൽ 1. ഇതിനൊറ്റ സ്റ്റെപ്പ് കൂടിയേ ഉള്ളൂ. എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എ സ്ക്വയറിൻ്റെ വില 247/7. അതേപോലെ ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ബി സ്ക്വയറിൻ്റെ വില 247/15 പ്രയോഗിച്ചായി. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഇത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ അവിടെ നന്നായി പഠിക്കും. അപ്പോൾ ഇനി കുറച്ച് ക്വസ്റ്റ്യനിൽ ഹോംവർക്ക് ആയിട്ട് തരും, നോട്ട് തരും, അത് നിങ്ങൾ നന്നായി ചെയ്ത് പഠിക്കുക. ഇപ്പോൾ എത്രയോ എലിപ്സിൽ എത്രയേ ഉള്ളൂ, സിമ്പിളായ സെക്ഷനാണ്. ഇനി നമുക്കൊരു ഹൈപ്പർബോളയും കൂടി മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് കോണി സെക്ഷൻ എടുക്കാനുള്ളൂ. അടുത്തൊരു ക്ലാസ്സിൽ ഹൈപ്പർബോളയും കൂടി എടുക്കും. അതോടുകൂടി 6 ചാപ്റ്റർ പൂർത്തിയാവും. പിന്നെ ഇതൊക്കെയാണ് സീക്വൻസ് ആൻഡ് സീരീസ്, കോംപ്ലക്സ് നമ്പർ, ലീനിയർ ഇനക്വാളിറ്റീസ്, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, സ്ട്രെയിറ്റ് ലൈൻ, കോണി സെക്ഷൻ. അപ്പോൾ പരാബോളോട് എടുത്തു കഴിഞ്ഞാൽ 6 ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. പിന്നെ ഒരു 2 ചാപ്റ്റർ കൂടി നമുക്ക് എടുക്കാം. ഏതാണ്? 3Dയും സ്റ്റാറ്റിസ്റ്റിക്സും. ഇപ്പോൾ 2 ആഴ്ചയോടുകൂടി എന്ത് ചെയ്യുക, മാത്സ് നമുക്ക് ഏകദേശം തീർക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് ഫുള്ള് കാണാം, നോട്ട് കംപ്ലീറ്റ് എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം അത് പ്രോബ്ലം ഫുള്ള് എഴുതി പഠിക്കുക. ഓക്കെ.